മഹാദേവ് ബെറ്റിംഗ് അഴിമതിയിലെ പ്രതി വികാസ് ഗാർഗ് ഇപ്പോൾ ഇഡി കസ്റ്റഡിയിൽ. കോടതി അദ്ദേഹത്തെ 10 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. വികാസ് ഗാർഗിനെ ഇഡി ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും വ്യക്തമായി ഉത്തരം നൽകേണ്ടി വരും. ബെറ്റിംഗിലൂടെ ലഭിച്ച പണം സ്വന്തം കമ്പനികളിൽ നിക്ഷേപിച്ചുവെന്നും ആ പണം ഉപയോഗിച്ച് വിദേശത്ത് ഒരു കമ്പനി വാങ്ങിയെന്നുമാണ് വികാസ് ഗാർഗിനെതിരെയുള്ള ആരോപണം. വികാസ് ഗാർഗ് മഹാദേവ് ബെറ്റിംഗ് അഴിമതിയിലെ പണം ഏതൊക്കെ കമ്പനികളിലാണ് നിക്ഷേപിച്ചത്? വികാസ് ഗാർഗ് ബെറ്റിംഗിൽ ലഭിച്ച പണം ഉപയോഗിച്ച് വിദേശത്ത് കമ്പനി വാങ്ങിയോ എന്ന് പറയണം. മഹാദേവ് ബെറ്റിംഗിൻ്റെ കിങ് പിൻ സൗരവ് ചന്ദ്രാകറുമായി എങ്ങനെയാണ് ബന്ധപ്പെട്ടത്? ഇഡിയുടെ ഇൻട്രോഗേഷൻ റൂമിലിരുത്തി ഇബിക്സ് കമ്പനി ചെയർമാൻ കൂടിയായിട്ടുള്ള വികാസ് ഗാർഗിനോട് ഉദ്യോഗസ്ഥർ ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാദേവ് ബെറ്റിംഗ് കേസിലെ കള്ളപ്പണം വെളുപ്പിക്കൽ പാളികൾക്കായി പരിശോധിക്കാനുള്ള ശ്രമത്തിലാണ് അവരിപ്പോഴുള്ളത്. വികാസ് ഗാർഗ് മഹാദേവ് ബെറ്റിംഗ് ആപ്പ്, സ്കൈ എക്സ്ചേഞ്ച് ആപ്പ് അഴിമതിയിലെ പ്രതി കൂടിയാണ്. 10 ദിവസത്തെ ഇഡി റിമാൻഡിൽ ഇനി വികാസ് ഗാർഗ് ഇഡിയിൽ നിന്നും ഒന്നും മറച്ചുവെക്കില്ല. കാരണം എല്ലാ തെളിവുകളും ഇഡി നേരത്തെ തന്നെ ശേഖരിച്ചു കഴിഞ്ഞു. അത് വികാസ് ഗാർഗിന്റെ വാക്കുകളുമായി ഒത്തുനോക്കുകയേ വേണ്ടൂ. മഹാദേവ് ബെറ്റിംഗ് ആപ്പ് അഴിമതിയിൽ നിന്ന് ലഭിച്ച പണം എത്ര? വികാസ് ഗാർഗിന്റെ ഏതൊക്കെ കമ്പനികളിലാണ് ഇത് നിക്ഷേപിച്ചത്? ഇതിന്റെ പൂർണ്ണ വിവരങ്ങളൊക്കെ തന്നെ ഇഡി അന്വേഷണ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പേജ് നമ്പർ 37-ൽ വികാസ് ലൈഫ് കെയർ ലിമിറ്റഡിൽ ഏകദേശം 141.38 കോടി രൂപ, വികാസ് എക്കോടെക് ലിമിറ്റഡിൽ ഏകദേശം 38.99 കോടി രൂപ, അതായത് ഏകദേശം 39 കോടി രൂപ, ഇറായ ലൈഫ് സ്പേസസ് ലിമിറ്റഡിൽ ഏകദേശം 577.90 കോടി, ടീമോ പ്രൊഡക്ഷൻ HQ ലിമിറ്റഡിൽ ഏകദേശം 7.5 കോടി രൂപ. അങ്ങനെ ആകെ 765.77 കോടി രൂപ വരും. ഇഡിയുടെ ചോദ്യം ചെയ്യലിൽ വികാസ് ഗാർഗ് നൽകിയ മൊഴി അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ കമ്പനികളിൽ ഈ തുക FBI, FDI, വാറണ്ടുകൾ, ബോണ്ടുകൾ എന്നിവയിലൂടെ സമ്പാദിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഏകദേശം 175 കോടി രൂപ വികാസ് ഗാർഗിനും കമ്പനികൾക്കും ബാങ്ക് അക്കമഡേഷൻ എൻട്രിയായി ലഭിച്ചെന്ന ആരോപണവുമുണ്ട്. ഈ തുക സ്വന്തം കുടുംബാംഗങ്ങളുടെ വ്യക്തിഗത അക്കൗണ്ടുകളിൽ വികാസ് ഗാർഗ് ഉപയോഗിച്ചുവെന്നാണ്, നിക്ഷേപിച്ചുവെന്നാണ് നിലവിലെ വാദം. ഇക്കാരണം കൊണ്ട് തന്നെ ഇഡി വികാസ് ഗാർഗിന്റെയും കുടുംബാംഗങ്ങളുടെയും പേരിൽ ദില്ലി, ഗോവ, നൈനിറ്റാൾ, ഡെറാഡൂൺ, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ സ്വത്തുക്കൾ കണ്ടുകെട്ടിക്കഴിഞ്ഞു. ഇതുമാത്രമല്ല, മഹാദേവ് ബെറ്റിംഗ് അഴിമതിയിലെ പണം ഉപയോഗിച്ച് തന്നെയാണ് വിദേശത്ത് കമ്പനി വാങ്ങിയതെന്നും വികാസ് ഗാർഗിനെതിരെ ആരോപണമുണ്ട്. ഇഡിയുടെ രേഖകൾ അനുസരിച്ച് വികാസ് ഗാർഗിന്റെ കമ്പനിയായിട്ടുള്ള ഇറായ ലൈഫ് സ്പേസസ് അമേരിക്കയിൽ പാപ്പരാത്ത നടപടികളിലൂടെ കടന്നുപോകുന്ന ഇബിക്സ് കമ്പനിയുടെ 97.58% ഓഹരി വാങ്ങി. ഇതിന്റെ വില തന്നെ ഏകദേശം 1175 കോടി രൂപയാണ്. വിദേശത്ത് കമ്പനി വാങ്ങാൻ വികാസ് ഗാർഗ് തന്റെ മറ്റ് കമ്പനികളിൽ നിന്നും ഫണ്ടിങ് നടത്തി. ഇഡി പറയുന്നതനുസരിച്ച് വികാസ് ലൈഫ് കെയറിൽ നിന്നും ഏകദേശം 292.41 കോടി രൂപയുടെ പേയ്മെന്റ്, ഇറായയുടെ QIPയിൽ നിന്നും ഏകദേശം 250 കോടിയും വിദേശ ബോണ്ടുകളിൽ നിന്നും ഏകദേശം 374.4 കോടിയും സമാഹരിച്ചു. ഇപ്പോൾ ഇഡി ഇബിക്സ് കമ്പനിയുടെ 893.03 കോടി രൂപ വിലയുള്ള ഓഹരികൾ കണ്ടുകെട്ടിക്കഴിഞ്ഞു. വികാസ് ഗാർഗ് അദൃശ്യനായി ചില കമ്പനികളെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നു. തൻ്റെ കള്ളപ്പണം വെളുപ്പിക്കുന്ന യന്ത്രം അന്വേഷണ ഏജൻസികളുടെ കണ്ണിൽപ്പെടാതിരിക്കാൻ. പക്ഷേ ഇഡിയുടെ കണ്ണിൽ നിന്നും ഒന്നും രക്ഷപ്പെട്ടില്ല. GG എഞ്ചിനീയറിംഗ്, ടീംകോ പ്രൊഡക്ഷൻസ് എന്നീ കമ്പനികളെ ഇഡി വികാസ് ഗാർഗിന്റെ നിയന്ത്രണവുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഇവയുടെ ഷെയർ ഹോൾഡർമാർ വ്യത്യസ്തരും ഡയറക്ടർമാർ പലരുമായിരുന്നെങ്കിൽ പോലും യഥാർത്ഥ നിയന്ത്രണമെന്നത് വികാസ് ഗാർഗിൻ്റേതായിരുന്നുവെന്നാണ് ഇഡി വാദിക്കുന്നത്. സി മീഡിയയുടെ SIT, GG എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് പോലുള്ള കമ്പനികളിൽ മഹാദേവ് അഴിമതികളിലെ പ്രതികളും വികാസ് ഗാർഗും നിക്ഷേപം നടത്തിയത് ഇതൊരു സംഘടിത ശൃംഖലയാണെന്ന് കണ്ടെത്തി കഴിഞ്ഞു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം അനുസരിച്ച് ബെറ്റിംഗ് സിൻഡിക്കേറ്റിന്റെ കള്ളപ്പണം വെളുപ്പിക്കാൻ വികാസ് ഗാർഗുമായി പങ്കാളിത്തം സ്ഥാപിക്കപ്പെട്ടു. വികാസ് ഗാർഗിനെതിരെ ഇതുകൂടാതെയും ഗുരുതരമായ ആരോപണങ്ങളുണ്ട്. വ്യാജ ഒപ്പ്, തെറ്റായ വിവരങ്ങൾ, തെറ്റായ വിലാസം, കള്ളപ്പണം വെളുപ്പിക്കൽ, സർക്കാരിൻ്റെ GST വെട്ടിപ്പ്, അങ്ങനെ നിരവധി. പശ്ചിമബംഗാളിലെ മുർഷിദാബാദിലെ ബഹ്റാംപൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത പരാതിയുടെ പകർപ്പിൽ ക്രൈം നമ്പർ 3-ന്റെ പേരൊന്ന് ശ്രദ്ധിക്കുക. വികാസ് ഗാർഗ് ഇറായ ലൈഫ് സ്പേസസ് ലിമിറ്റഡിൻ്റെ പ്രൊമോട്ടറും ഡയറക്ടറും. ക്രൈം നമ്പർ 2-ൽ ഇറായ ലൈഫ് സ്പേസസ് ലിമിറ്റഡ് തന്നെ. ഈ അക്യൂസ്ഡ് പട്ടികയിൽ ആകെ 10 പേരുകളുണ്ട്. ഏറ്റവും ഒടുവിൽ ഏത് കേസിലാണ് ഇവരെല്ലാം പ്രതികളാക്കപ്പെട്ടതെന്ന പരാതി കത്തിൻ്റെ 5-ാം പേജിലും വിശദമായി പറയുന്നു.
നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിൽ നടക്കുന്ന ഒരു കേസിൽ വികാസ് ഗർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഇവർ ഇപ്രകാരം ചെയ്തുവെന്നാണ് ആരോപണമുള്ളത്. സ്പെഷ്യൽ പവർ ഓഫ് അറ്റോർണിയിൽ വ്യാജ ഒപ്പുകൾ ചേർത്തു. നോട്ടറി സ്റ്റാമ്പിലും അറ്റസ്റ്റേഷനിലും കൃത്രിമം കാണിച്ചു. നൽകിയ ഷെയർ ഹോൾഡിംഗ് കണക്കും ശരിയായിരുന്നില്ല. ചില ഷെയർ ഹോൾഡർമാരുടെ വിലാസങ്ങൾ സാങ്കല്പികമായി കണ്ടെത്തി ഹോൾഡിംഗ് സ്റ്റേറ്റ്മെൻറ്റുകളുടെ ഫയലിംഗിന് ശേഷമുള്ള തീയതികളിലേതും സംഘടിപ്പിച്ചു. ഇതൊക്കെ തന്നെയായിരുന്നു കുറ്റകൃത്യങ്ങൾ. ഇറായ സ്പേസസിൻ്റെ ഒരു ഷെയർ ഹോൾഡർ ഈ ആരോപണങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് 2025 ഫെബ്രുവരി 28 പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിൻ്റെ അന്വേഷണവും നിലവിൽ നടന്നുവരികയാണ്. വികാസ് ഗറിനെതിരായിട്ടുള്ള ആരോപണങ്ങളുടെ പട്ടിക അങ്ങനെ നീണ്ടതാണ്. കമ്പനികൾ വ്യത്യസ്തമെങ്കിലും കഥ ഏകദേശം ഒന്ന് തന്നെ. എല്ലാം സാമ്പത്തിക കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ടത്. ഭൂരിഭാഗവും ഇഡിയുടെ അന്വേഷണ പരിധിയിലും. ഇപ്പോൾ മഹാദേവ് ബെറ്റിംഗ് അഴിമതിയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അടുത്തതായി ഏത് ആരോപണത്തിൽ അറസ്റ്റിന്റെ ഊഴം വരുമെന്ന് വികാസ് ഗറിന് മാത്രമേ അറിയൂ. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.